നമസ്കാരം. തന്റെ പപ്പ നയാ പൈസ രാഷ്ട്രീയത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ലത്രേ. കുഞ്ഞാറ്റിലെ പപ്പയെ കുറിച്ച് മോൻ പറഞ്ഞത് ആരെയാ ഈ ഫ്രോഡ് ഫാമിലി ഇനിയും എത്തിക്കാൻ നോക്കുന്നത്? അഴിമതി നിരോധന നിയമം വരുന്നതിന് മുമ്പ് കൈക്കൂലി കേസിൽ കോടതി ശിക്ഷിച്ച പ്രതിയാണ് സാക്ഷാൽ പൂഞ്ഞാറ്റിലെ പപ്പ. അന്ന് ഇപ്പോഴത്തെ ഈ അഴിമതി നിരോധന നിയമമൊക്കെ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആർ ബാലകൃഷ്ണപിള്ളയെ പോലെ ജയിലിൽ കിടന്നേനെ ഈ പൂഞ്ഞാറ്റിലെ പപ്പ. എങ്കിലും അഴിമതിക്കാരനായി കേരളത്തിൽ ആദ്യം ശിക്ഷിക്കപ്പെട്ട MLA എന്ന് റെക്കോർഡിട്ട മോന്റെ പപ്പയ്ക്ക് അത് സ്വന്തമാണ് കേട്ടോ. 40 വർഷങ്ങൾക്ക് മുമ്പേ കക്കാൻ തുടങ്ങിയതാ. ഇത്രയും നാൾ MLA ആയിട്ട് കൂടി ഒരു തവണ പോലും ഈ പപ്പയെ ആരും ഒരു മുന്നണിയിലും ഒരു പാർട്ടിയും മന്ത്രിയാക്കാത്തത് എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മോൻ പോലും ചിന്തിച്ചു കാണില്ല. മന്ത്രിയാക്കിയാൽ കൈയിട്ട് വാരുമെന്ന് പേടിച്ചിട്ടാ, അല്ലാതെ വേറൊന്നുമല്ല. സ്വന്തം കുടുംബം വീർപ്പിക്കുന്നത് മാത്രമാണ് ഈ പൂഞ്ഞാറ്റിലെ പപ്പയും പപ്പയുടെ മോന്റെ പ്രത്യയശാസ്ത്രം. അതുകൊണ്ടാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടികളും മുന്നണികളും കയറി ഇറങ്ങി നടക്കുന്നത്. ഇപ്പോൾ ഫണ്ട് കിട്ടാൻ ഏറ്റവും നല്ല മാർഗം BJP ആണെന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ കൂടിയിരിക്കുകയാണ് പപ്പയും മോനും. എന്നിട്ട് ഗീർവാണം അടിക്കുന്നതോ രാജ്യസ്നേഹം കൊണ്ടാണെന്ന്. എന്തോന്ന് രാജ്യസ്നേഹമാ പൂഞ്ഞാറ്റിലെ പപ്പയെ? കാലാകാലങ്ങളിൽ നിലപാട് മാറ്റി ആശയമില്ലാത്ത ആമാശയത്തിന് വേണ്ടി എന്തും പറഞ്ഞു നടക്കുന്ന വായി പോയ കോടാലിയായ പപ്പയ്ക്കും മോനും സ്നേഹം നിങ്ങളോട് തന്നെ മാത്രം. അല്ലാതെ നിങ്ങളുടെ നിഴലിനോട് പോലും ഒരിക്കൽ സ്നേഹമില്ല. BJPക്കാരെ ഈ രണ്ട് മുതലുകളെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നാളെ നിങ്ങളെയും തുണി പൊക്കി കാണിച്ച് തെറി വിളിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോരും പൂഞ്ഞാറ്റിലെ പപ്പയും മോനും. ഇപ്പോൾ രണ്ടുപേരും മത്സരിക്കാൻ ചമയം കെട്ടി നിൽക്കുക. രണ്ടുപേർക്കും A ക്ലാസ് മണ്ഡലം തന്നെ വേണം. അതിൽ കുറഞ്ഞതൊന്നും വേണ്ട. A ക്ലാസ് ആണെങ്കിൽ പണം ഇഷ്ടം പോലെ കിട്ടും. ഒന്നിനും ഒരു പഞ്ഞവുമില്ല. അതിനാ പാല പോലും A ക്ലാസ് മണ്ഡലമാക്കി എഴുതി കൊടുത്തത്. പാലായിൽ മത്സരിക്കാൻ ഉടുപ്പം തയ്പ്പിച്ച് കയ്യിൽ കെട്ടാൻ ചരടും ഉടുക്കാൻ കാവി കൈലിയും വാങ്ങി വെച്ചേക്കുക. പക്ഷെ BJPക്കാർക്ക് അപകടം മനസ്സിലായി. പാലായിൽ മോനെ പോയിട്ട് പപ്പയെ പോലും 7 അയലത്ത് അടുപ്പിക്കില്ല. അതിനുള്ള കരുക്കുകളൊക്കെ പാലായിലെ BJPക്കാർ നീക്കിയിട്ടുണ്ട്. പൂഞ്ഞാറ്റിലെ പപ്പയും മോനും മത്സരിക്കുന്നത് ജയിക്കാനല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഏക ലക്ഷ്യം പണം, പണം മാത്രം ലക്ഷ്യം.